ദൈവവചനത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. മെഡിറ്റേറ്റിംഗ് ഡേ ആൻഡ് നൈറ്റ്. അടുത്ത റിസൾട്ടാണ് നിങ്ങൾ കേട്ടോണം. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും ഞാൻ ഭാഷയെ കാണുന്നില്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാമെങ്കിൽ വിടുതലുകൾ സംഭവിക്കും. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. രാപകൽ ഇപ്പൊ ജോലി ചെയ്യുന്നവർ, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. രാപകൽ ആർക്കും വചനം ധ്യാനിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് നടക്കുക. എവിടെയായാലും ഞാനൊരു ദൈവ പൈതല, എന്നെ ആരും കാണുന്നില്ലെങ്കിലും ആമേൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് എന്നെ കാണുന്നു. അതുകൊണ്ട് ആ വചനം നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ നടക്കുക. ഞാനൊരു ദൈവ പൈതലാണ്. ലോകത്തിന്റെ വ്യവസ്ഥ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ആമേൻ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ നിയമങ്ങൾ, ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴും സ്വർഗീയ നിയമത്തിന് കീഴിലാണ്. അതാണ് രാവുകൾ വചനം ധ്യാനിക്കുക. അവനെ കുറിച്ച് പറയണം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ട്രീ പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ, ഈ സീസൺ ബെയർ ഫ്രൂട്ട്സ്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ. കണ്ട വാഗ്ദത്തം കണ്ടു. പ്ലാന്റിരിക്കുന്ന നട്ടിരിക്കുന്ന നമുക്കറിയാം, ചില സമയത്ത് ഒടിഞ്ഞ് വീഴാൻ തുടങ്ങും. അതിനടിയിലൂടെ നദി ഒഴുകുന്നുണ്ട്. അതിന് പ്രത്യേകം നല്ല പുഷ്ടിയോടെ നിൽക്കുന്ന കാര്യം. അതിന് വേണ്ടവണ്ണം ജലം ലഭിക്കുന്നു, വേണ്ടവണ്ണം അതിന് പുഷ്ടി ലഭിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഏതൊരു കാര്യത്തിൽ ദൈവത്തിൽ നിന്നൊരു വചനം നമ്മൾ സ്വീകരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. അവർ ചെയ്യുന്നതെല്ലാം സാധിക്കും.